ഒരു ചെറുകിട വ്യവസായ യൂണിറ്റിന് എന്തൊക്കെ തരം വായ്പകളാണ് സാധാരണഗതിയിൽ ബാങ്കിൽ നിന്ന് ലഭ്യമാകുന്നത്? രണ്ട് ഗണത്തിലാണ് സാധാരണയായി വായ്പ അനുവദിക്കാറുള്ളത്. ടേം ലോൺ അഥവാ നിശ്ചിതകാല വായ്പ, രണ്ടാമത്തത് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധന വായ്പ. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾക്ക് വാങ്ങേണ്ട യന്ത്രങ്ങൾ, കെട്ടിടം നവീകരിക്കുകയോ കെട്ടിടം നിർമ്മിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുക, അനുബന്ധ സാമഗ്രികൾ, ഇതെല്ലാം വാങ്ങുന്നതിനാണ് സാധാരണയായി ടേം ലോൺ അനുവദിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ചെറിയ ടെക്സ്റ്റൈൽ യൂണിറ്റ് ആണെന്നിരിക്കട്ടെ, അതുമല്ലെങ്കിൽ ചെറിയൊരു ഫുഡ് പ്രോസസിംഗ് ഭക്ഷ്യ സംസ്കരണ വ്യവസായമാണെന്നിരിക്കട്ടെ, അതിന് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം കൂടി വാങ്ങിക്കാനായി 10 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ 7.5 ലക്ഷം രൂപയാണ് ബാങ്ക് ടേം ലോണായി അനുവദിക്കാറുള്ളത്. ബാക്കി 2.5 ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതം അഥവാ ആരാണോ അപേക്ഷകൻ അയാളുടെ മാർജിനായാണ് കണക്കാക്കുന്നത്. ചുരുക്കത്തിൽ ഈ വായ്പ എന്ന് പറയുന്നത് 3 വർഷം, 5 വർഷം അല്ലെങ്കിൽ 7 വർഷം കൊണ്ടാണ് തുല്യ ഗഡുക്കളും പലിശയും കൂടെ ചേർത്ത് അടച്ചു തീർക്കേണ്ടി വരുന്നത്. ഇതിന് ഒരു സാവകാശം വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ പേര് മൊറട്ടോറിയം പീരീഡ് എന്നാണ്. ഇനി രണ്ടാമത്തെ ഗണത്തിലെ വായ്പ വർക്കിംഗ് ക്യാപിറ്റൽ വായ്പ അഥവാ പ്രവർത്തന മൂലധന വായ്പ. പല പേരിൽ ഇതിനെ വിളിക്കും. ക്യാഷ് ക്രെഡിറ്റ് എന്ന് വിളിക്കാറുണ്ട്, ചില അവസരങ്ങളിൽ ഓടി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലാണിത്. ഈ വായ്പയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതൊരു ഫ്ലോട്ടിംഗ് ഫണ്ട് പോലെ, അതായത് ഒരു നിശ്ചിത തുക 10 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 10 ലക്ഷം രൂപ ബാങ്ക് സാങ്ഷൻ ചെയ്തു തരും. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അസംസ്കൃത പദാർത്ഥം വാങ്ങുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ വായ്പ ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്വാഭാവികമായി നിങ്ങൾക്ക് വിൽപ്പന നടന്ന് പണം വരുമ്പോഴേക്കും ഈ അക്കൗണ്ടിൽ പണം കൊണ്ടുവന്ന് ഇട്ട് കുറയ്ക്കാൻ പറ്റും. ചുരുക്കത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടിന് മാത്രം നിങ്ങൾ പലിശ കൊടുത്താൽ മതിയാവും. എത്രത്തോളമായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ അനുവദിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ അനുവദിക്കാനായി ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നിങ്ങളുടെ ഒരു വർഷത്തിലെ സെയിൽസിൻ്റെ, ഒരു വർഷത്തെ വിൽപ്പനയുടെ നിശ്ചിത ശതമാനമാണ് വായ്പയായി അനുവദിക്കുന്നത്. രണ്ടാമത്തെ രീതി കണക്കാക്കുന്നത് നിങ്ങളുടെ ആ മെഷീൻ എത്ര ഷിഫ്റ്റ്, 8 മണിക്കൂർ ഒരു ദിവസം പ്രവർത്തിക്കുമെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന മെഷീൻ ഒരു നിശ്ചിത കാലയളവിൽ, അത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നാണ് പറയുന്നത്, നിശ്ചിത കാലയളവിൽ പ്രവർത്തിക്കാനായി എത്ര അസംസ്കൃത പദാർത്ഥം വേണം, അതിന് എത്ര മൂല്യമുണ്ട്, ഇങ്ങനെയും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കണക്കാക്കാം. ചുരുക്കത്തിൽ നിങ്ങളുടെ യൂണിറ്റിനെ ആശ്രയിച്ചാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ലോണിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഈ വർഷം ബാങ്ക് ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ അനുവദിച്ചെന്നിരിക്കട്ടെ, അടുത്ത വർഷം നിങ്ങൾക്ക് ബാങ്കിനോട് ആവശ്യപ്പെട്ടാൽ ഇത് 12 15 ലക്ഷമായോ കൂട്ടിത്തരും. എങ്ങനെയാണ് ഇത് കൂട്ടുന്നത്? നിങ്ങളുടെ ഈ വർഷത്തെ സെയിൽസിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് അസംസ്കൃത പദാർത്ഥങ്ങളുടെ വില കൂടിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം കണക്കിലെടുത്ത്, നിങ്ങളുടെ ഫാക്ടറി വലുതായിട്ടുണ്ടെങ്കിൽ അക്കാര്യം കണക്കിലെടുത്ത് ഇത് വലുതാക്കി തരും. ചുരുക്കത്തിൽ ടേം ലോൺ എന്ന് പറഞ്ഞാൽ നിശ്ചിത കാലം കൊണ്ട് അടച്ചു തീർക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്ന, നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിളായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വായ്പാ പദ്ധതിയാണ്. ഇത് രണ്ടും കൂടി ചേർത്തും ഓരോന്നായും യൂണിറ്റിന് അനുവദിക്കുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ പക്കലുള്ള പണം കൊണ്ട് യന്ത്രമെല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമായി അനുവദിക്കാം. ചില കേസിലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങളുടേക്കാണ്, ടേം ലോൺ മാത്രമായി അനുവദിക്കാം. ചില ആൾക്കാർക്കാണ് ഈ രണ്ടും കൂടി ആവശ്യം വരും. ഈ രണ്ടും കൂടി അനുവദിക്കാം. ഒരു ഭാഗം വർക്കിംഗ് ക്യാപിറ്റലായും ഒരു ഭാഗം ടേം ലോണായും.